വെൽക്കം ബാക്ക് ടു സുലൂസ് ഡയറീസ്. ഞാൻ അശ്മി സുൽത്താന. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറ്റുമുല്ല എങ്ങനെ നല്ല ബുഷി ആയിട്ട് വളർത്താം എന്നുള്ളതാണ്. ഇതുപോലെ നല്ല ബുഷി ആയിട്ട് എങ്ങനെ വളർത്തി നിർത്താം എന്നുള്ള അടിപൊളി ടിപ്പായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അതുപോലെ സാധാരണയായിട്ട് കുറ്റുമുല്ല വളർത്താനായിട്ട് നല്ല കട്ടിയുള്ളൊരു സ്റ്റെം വെക്കും. എന്നിട്ട് അത് വളരാനായിട്ട് ഏകദേശം 3 മാസത്തോളം ടൈം എടുക്കും. ഇന്ന് നമ്മൾ 5 മിനിറ്റ് കൊണ്ട് തന്നെ ബുഷി ആക്കുകയും അതുപോലെ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ പുതിയ വേരുകൾ വന്നിട്ട് അതിൽ നിന്ന് പുതിയ ലീഫുകളും വരാൻ തുടങ്ങും. അതിനുള്ള അടിപൊളി ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് കൺസിഡർ ടു സബ്സ്ക്രൈബിങ് മീ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കുറ്റുമുല്ല ഇല്ലാത്ത വീടുകളെ ഉണ്ടാവില്ല. ജാസ്മിനും അഥവാ കുറ്റുമുല്ലയെ നമുക്ക് എങ്ങനെ ഫാസ്റ്റായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. സാധാരണയായിട്ട് എല്ലാവരും നല്ല കട്ടിയുള്ള സ്മുറ്റിയ സ്റ്റെമ്മിൽ നിന്നാണ് നമ്മൾ പ്രൊപ്പഗേഷൻ ചെയ്യാനായിട്ട് വെക്കുന്നത്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് വളരെ ചെറിയ നൈസായിട്ടുള്ള തണ്ടിൽ നിന്നും എങ്ങനെയാണ് ഫാസ്റ്റായിട്ടുള്ള പ്രൊപ്പഗേഷൻ. അപ്പോൾ നമുക്ക് 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ബുഷി ആക്കുകയും ചെയ്യാം. ഇതൊരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നന്നായിട്ട് വേരൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ ലീഫ് വന്ന് പുതിയ ഫ്ലവറുകൾ വരാൻ തുടങ്ങും. അപ്പോൾ അതിനുള്ള അടിപൊളി ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഇതിനായിട്ട് തന്നെ നമുക്ക് ഒരു കുറ്റുമുല്ലയിൽ നിന്നും നല്ല ഇളം തണ്ടുകൾ കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ തണ്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. ഇത് ഞാനൊരു കുറ്റുമുല്ലയിൽ നിന്ന് കട്ട് ചെയ്തിട്ടുള്ള സ്റ്റെമ്മാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതേ രീതിയിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെക്കുന്നതിനേക്കാളും നല്ല ഫാസ്റ്റായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാകുന്നത് ഏറ്റവും ചെറിയ സ്റ്റെം വെക്കുമ്പോഴാണ്. അപ്പോൾ സ്റ്റെം കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുതിയ ഫ്ലവർ വന്ന് കൊഴിഞ്ഞു പോയ ഭാഗം കട്ട് ചെയ്തിട്ടെടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ മദർ പ്ലാന്റിൽ നിന്ന് പുതിയ ബ്രാഞ്ചുകൾ വന്നിട്ട് കൂടുതൽ ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ 100% ഗ്രോത്ത് കിട്ടും. അപ്പോൾ ഏറ്റവും ചെറിയ സ്റ്റെമ്മാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോത്ത് ഉണ്ടാവും നല്ലത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മൺസൂൺ സീസണിൽ എല്ലാവരും പ്രൂണിങ് ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ പ്ലാന്റ്സ് എല്ലാം നമുക്ക് ധാരാളമായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടൈമാണ് ഈ ഒരു റെയിനി സീസൺ. അപ്പോൾ ഇങ്ങനെ ചെറിയ സ്റ്റെമ്മുകൾ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. നമുക്ക് ഈ കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് വരുന്ന പീസുകളെല്ലാം ഇതുപോലെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്. പക്ഷേ കുറച്ചുകൂടെ നല്ലത് എൻഡ് ഭാഗം വരുമ്പോഴാണ് കൂടുതൽ ഗ്രോത്ത് കിട്ടുന്നത്. അതുപോലെ മദർ പ്ലാന്റിന് ഏറ്റവും നല്ലത് നമ്മളിതുപോലെ കൊഴിഞ്ഞു പോയ പൂവിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ട് വെക്കുന്നതുമാണ്. ഈ മുല്ലക്കൃഷി വരുമാന മാർഗമായിട്ടൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ധാരാളമായിട്ട് ഫ്ലവറും ഉണ്ടാവും, ധാരാളം തൈകളും ഉണ്ടാവും. അതാണ് ഞാൻ ഈ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ ഒരു കട്ടിങ് മെത്തേഡ് മദർ പ്ലാന്റിന് വളരെ നല്ലതാണ്. ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ടാവുകയും ചെയ്യും, നമുക്ക് ഒരുപാട് തൈകളും കിട്ടും. അപ്പോൾ പൂക്കൾ വന്നിട്ട് പൊഴിഞ്ഞു പോയ ഭാഗം തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതേ രീതിയിൽ ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് സ്റ്റെമ്മാണിത്. അപ്പം നമുക്കിത് ഇനി എങ്ങനെ ഫാസ്റ്റായിട്ട് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. പലരും റൂട്ടിംഗ് ഹോർമോൺസ് ഒക്കെ യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് നാച്ചുറലായിട്ടൊരു റൂട്ടിംഗ് ഹോർമോണിൽ തന്നെ ഡിപ്പ് ചെയ്തിട്ട് നമുക്കിതിനെ പ്ലാന്റ് ചെയ്യാം. ഇതിനായിട്ട് നമുക്ക് അലോവേര ജെല്ലി യൂസ് ചെയ്യാം. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു അലോവേരയിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റെമ്മ് ഇതിലോട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് പ്ലാന്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ അലോവേരയുടെ പീസൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ രീതിയിൽ തന്നെ മണ്ണിൽ കുഴിച്ച് വെച്ചാൽ മതി. നല്ല ഗ്രോത്ത് കിട്ടും. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളതേ ഉള്ളൂ. എങ്കിലും നമ്മൾ ഇതുപോലുള്ള ചെറിയ സ്റ്റെമ്മ് വെക്കുമ്പോൾ നല്ല ഗ്രോത്താണ്, 100% റിസൾട്ടാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഈ അലോവേര നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു റൂട്ടിംഗ് ഹോർമോണാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഏത് പ്ലാന്റിന് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഞാൻ എല്ലാ സ്റ്റെമ്മുകളും ഡിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നല്ല ബുഷിയായിട്ട് വളർത്തുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയധികം സ്റ്റെമ്മുകൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് പോട്ട് ചെയ്യാം. അതിനായിട്ട് ഇതുപോലൊരു പോട്ടി മിക്സർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പോട്ടി മിക്സറിൽ ഞാൻ ചേർത്തിട്ടുള്ളത് മണ്ണും അതുപോലെ ചകിരിച്ചോറുമാണ്. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഫെർട്ടിലൈസർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് പോപ്സിൻ്റെ ഫെർട്ടിലൈസറാണ്. ഏകദേശം 80 രൂപയാണ് ഈ ഒരു പാക്കറ്റിന്. ഇത് ഞാൻ ഒരു 3 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക അതിനകത്തോട്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. എൻ്റെ കയ്യിൽ അതൊന്നും അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ ഇത് ചേർക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ പോട്ടിംഗ് സോയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ പുതിയ സ്റ്റെമ്മൊക്കെ നടുമ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് വേണം നടാനായിട്ട്. അപ്പോൾ നന്നായിട്ട് റൂട്ട് ഉണ്ടാവാനായിട്ട് സഹായിക്കും. ഇതുപോലെ പോട്ടിംഗ് സോയിലൊക്കെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ അലോവേര ജെല്ലിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സ്റ്റെമ്മൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് നട്ടു കൊടുക്കാം. അപ്പോൾ നല്ല ബുഷിയായിട്ട് വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും സ്റ്റെമ്മ് ഇതുപോലെ തിക്കായിട്ട് വെക്കുന്നത്. ഇങ്ങനെ വെക്കുമ്പോൾ നന്നായിട്ട് തിക്കായിട്ട് നല്ല ബുഷിയായിട്ട് ഇരിക്കുകയും ചെയ്യും, ധാരാളം ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ ഗാർഡൻ്റെയൊക്കെ ഭംഗിക്ക് എപ്പോഴും നല്ല തിക്കായിട്ട് പ്ലാന്റ്സ് നിൽക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ ആദായം ഉദ്ദേശിച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് പ്ലാന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ കട്ടിങ്സും നമ്മൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് പുതിയ ലീഫുകൾ വന്നിട്ട്
നല്ല തിക്കായിട്ട് വരും. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്റ്റെമ്മും കൂടെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പോട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ പുതിയ റൂട്ടുകളൊക്കെ വന്നിട്ട് പുതിയ ലീഫുകൾ വരാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് നല്ല റൗണ്ടിൽ നല്ല ബുഷിയായിട്ട് നിൽക്കും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇനി നമുക്കിതൊന്ന് വാട്ടർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നട്ട ഉടനെ തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരുപാട് വെള്ളം അതിന് കുത്തി ഒഴിക്കരുത്. നമ്മൾ വെച്ച സ്റ്റെം ഇളകി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മളിത് വെക്കേണ്ടത് ഒരുപാട് വെയിലുള്ള സ്ഥലത്തൊന്നും വെക്കരുത്. കുറച്ച് മഴയുള്ള സ്ഥലത്ത് വെക്കാന്നുണ്ടെങ്കിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും. എങ്കിലും ഒരുപാട് സൺലൈറ്റ് ഉണ്ടെങ്കിൽ ലീഫ് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് വെയിലും അതുപോലെ ഓവറായിട്ടുള്ള മഴയും ഇല്ലാത്ത സ്ഥലത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ 2 ആഴ്ച കൊണ്ട് തന്നെ പുതിയ ലീഫുകളൊക്കെ വന്നു തുടങ്ങും. ഇതിപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മാസം ആയിട്ടുള്ള ഒരു പോട്ടാണ്. അപ്പോൾ ഇതിൽ നിന്ന് പുതിയ ലീഫുകളൊക്കെ വന്നിട്ട് പുതിയ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കുറച്ചുകൂടെ തിക്കായി കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഈ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു റിയൽ ആയിട്ടുള്ളൊരു ഭംഗി കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ കുറ്റുമുല്ല ഉണ്ടാവും. നിങ്ങളെല്ലാവരും ഇതുപോലെ ബുഷിയായിട്ട് വളർത്തിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ വളർത്തുവാണെങ്കിൽ ഇതുപോലെ തന്നെ ബുഷിയായിട്ട് വന്നിട്ട് ഫ്ലവറും കൂടി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഈ മഴ സീസണാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ടൈം ഇത് വളർത്താനായിട്ട്. ഈ ടൈമിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ മഴയത്ത് തന്നെ വെക്കാന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് നല്ല വെയിലൊക്കെ കൊള്ളുമ്പോഴത്തേക്കും ധാരാളമായിട്ട് ഇതിനകത്ത് ഫ്ലവർ വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ബുഷിയാക്കി വളർത്തിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.